ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയായി പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ചോ? എല്ലാവരും പല സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടാവും. ചിലർ ട്രിപ്പ് പോയിട്ടുണ്ടാവും, ചിലർ ഫിലിമിന് പോയിട്ടുണ്ടാവും, ബീച്ചിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ പെരുന്നാളങ്ങ് മാറി വന്നപ്പോഴേക്കും ഇന്ന് വിഷുവായി. അപ്പോൾ വിഷുവായിട്ട് എന്താ സ്പെഷ്യൽ? എല്ലാവർക്കും കണി കാണണം, അങ്ങനത്തെയൊക്കെ അല്ലേ. പിന്നെ സദ്യയൊക്കെ ഒരുക്കിയോ? ഞാനിന്നിവിടെ സദ്യയൊക്കെ വെക്കാൻ നോക്കുന്നത്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഉമ്മയൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഓർത്ത് വേണ്ട വെച്ചു. അവിടെ എന്താ സദ്യക്കൊക്കെ സ്പെഷ്യലാണോ? അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ എന്താ ഇങ്ങനെ അവർ ഇറച്ചിയൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ സദ്യയിൽ ഇങ്ങനത്തെ സൈഡിൽ മീൻ വറുത്തതൊക്കെ വെക്കുന്നില്ല, അതുപോലെ ആയിരിക്കും തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടെ. ഇങ്ങനെ സദ്യ മാത്രമേ വെക്കാറുള്ളൂ. ചിലരൊരു വെറൈറ്റിക്ക് വേണ്ടി മാറ്റി പിടിക്കുമല്ലോ, ബിരിയാണിയൊക്കെ വെച്ച് അങ്ങനെ കഴിക്കുന്നവരൊക്കെ ഉണ്ടോ? എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ന് വിഷു ആയതുകൊണ്ട് നമ്മുടെ ഇന്നൊരു വിഷു ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ ഒരു സൺഡേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടുള്ള കാണിക്കാൻ വെച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റു, ആസ് യൂഷ്വൽ പല്ലൊക്കെ തേച്ചു വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ വരുമ്പോൾ ഞങ്ങൾ മെയിനായിട്ട് കുടിക്കുന്നത് പാലതും കുടിച്ച്. ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ വാപ്പി ഇങ്ങനെ ബോണ്ട വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ അതുമൊക്കെ കഴിച്ച് രാവിലെ കുറച്ച് നേരം അങ്ങനെ പാലൊക്കെ കുടിച്ച് കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇവാൻ എഴുന്നേറ്റിട്ടുണ്ട്, ബെഡിൽ നിന്ന് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ അവൻ ഉണർന്നിട്ടുണ്ട്, അതായത് ബെഡിൽ നിന്ന് ഇതുവരെ എഴുന്നേറ്റ് പുറത്തോട്ട് വന്നിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതെല്ലാം കഴിച്ചിട്ട് വന്നാൽ മതി, അപ്പോഴേ ഞാൻ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടെ ഉള്ളതല്ലേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പത്രം അവിടെ ഇരിക്കും. അപ്പോൾ എന്തായാലും വെറുതെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയല്ല, അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി പത്രം കൂടെ നോക്കാമെന്ന് കരുതി പത്രം ഒന്ന് ഓടിച്ചിട്ട് നോക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയാകുമ്പോൾ അതിൻ്റെ കൂടെ സപ്ലിമെൻറ്റ് വരുമല്ലോ. മുമ്പൊക്കെ സപ്ലിമെൻറ്റ് വരുമ്പോൾ അതിനകത്ത് സിനിമയുടെ ഇതൊക്കെ നോക്കാൻ വേണ്ടി ഇരിക്കും, ഏത് സിനിമയാണ് വരുന്നത്, ഏത് സിനിമയുടെയൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അതൊക്കെ ഒത്തിരി ഇമ്പ്രൂവ് ആയതുകൊണ്ട് നമുക്ക് ഫോണിൽ തന്നെ അറിയാൻ പറ്റുമല്ലോ, ഏതൊക്കെ റിലീസാവുന്നുണ്ട്, ഷൂട്ടിംഗ് ഏതൊക്കെ നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ അറിയാമെന്ന്. കാരണം നമ്മൾ വലിയ മൈൻഡ് അങ്ങ് കൊടുക്കത്തില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം കുടിച്ച് ഇനി വന്ന് പല്ലേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ പല്ല് തേക്കാൻ നേരത്ത് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. അവനെ പല്ല് തേക്കണ്ട, എപ്പോഴും ഉള്ളതാണ്. അങ്ങനെയുള്ള പിള്ളേർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ പല്ല് തേക്കാൻ വേണ്ടി മാത്രം ഭയങ്കര മടിയാണ്. പിടിച്ച് കെട്ടി കൊണ്ടുവന്നിട്ടിട്ടൊക്കെയാണ് തേപ്പിക്കുന്നത്. ചില സമയത്തൊക്കെ നമ്മൾ 2 കൈയും കൂടെ പുറകിലൊക്കെ പിടിച്ച് അങ്ങനെ ഇട്ടിട്ടൊക്കെ തേക്കുന്നത് കണ്ടോ. ഇപ്പോൾ പല്ല് തേക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു തേച്ചില്ലെങ്കിൽ ഇന്ന് എവിടെയും പോകത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാരണം ഇവൻ ആ വാ തുറക്കത്തില്ല. അപ്പോൾ ഞാൻ ഈ ഒക്കെ പറയുന്ന കാരണം അങ്ങനെ വായൊക്കെ തുറക്കും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് വന്നതിന് ശേഷം ഫുഡ് കൊടുക്കണമല്ലോ. ഫുഡ് കൊടുക്കുമ്പോൾ പിന്നെ മെയിനായിട്ട് എന്തായാലും ഫോണില്ലാത്ത ഫുഡ് ഇറങ്ങത്തില്ലല്ലോ. എല്ലാ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഇത് ഫോണില്ലാതെ ഫുഡ് ഇറങ്ങത്തില്ല. ഫുഡ് എടുക്കുവാണെങ്കിൽ അപ്പോൾ ഫോണും വേണം. ഇതിപ്പോൾ കുറച്ചൊക്കെ കഴിച്ച് ബാക്കിയായപ്പം അവന് വേണ്ട, മതി. അതിൻ്റെ അഹങ്കാരവും ദേഷ്യവും ഒക്കെയാണ് മുഖത്ത് കാണിക്കുന്നത്. അവന് തിന്നതൊക്കെ മതി എന്നുള്ള രീതിയിൽ. അതെല്ലാം കഴിഞ്ഞ് വായെല്ലാം കൊപ്പിളിച്ച് അവനൊരു സൈഡിലോട്ടാക്കി ഇരുത്തിയിട്ട് ഞാൻ നമ്മുടെ തേങ്ങാപ്പാൽ പിഴിയാണ്. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് അരിപ്പത്തിരിയും ഇറച്ചിക്കറിയും. അപ്പം അതിന് തേങ്ങാപ്പാൽ പിഴിയായിരുന്നു. ഞങ്ങളുടെ ഇക്കാടെ വീട്ടിലോട്ടൊന്നും അവർക്കൊന്നും തേങ്ങാപ്പാലിൻ്റെ ആവശ്യമൊന്നുമില്ല. തേങ്ങാപ്പാൽ അവർ കഴിക്കാറില്ല. ഇവിടെ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ മാത്രമേ തേങ്ങാപ്പാൽ എടുക്കുന്നത്. പക്ഷെ നമുക്ക് തേങ്ങാപ്പാലില്ലെങ്കിൽ ഒരു സുഖമില്ല. ഇങ്ങനെ ഇച്ചിരി കുതിർന്നിരുന്നില്ലെങ്കിൽ നമുക്കൊരു രസം ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കായിരുന്നു. ഫുഡ് കഴിക്കാനിരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു എനിക്കും പ്ലേറ്റിൽ എന്തെങ്കിലും ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അരിപ്പത്തിരി തരാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, അല്ലാണ്ട് സ്നാക്സ് ഐറ്റം എന്തെങ്കിലും ഇട്ട് തരാൻ പറഞ്ഞു. അത് ഇട്ട് അവിടെ വന്നിരുന്നു. അപ്പോഴത്തേക്കും പറഞ്ഞു എന്നെ കൂടെ കാണിക്ക്. ഇടയ്ക്ക് ഉമ്മ വിളി കേൾക്കാം കേട്ടോ. ഇവിടെ ഇവാൻ എന്നെ വിളിച്ചോണ്ടിരിക്കുക, അതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് ഇവനെ കാണിച്ചുകൊണ്ടിരിക്കാൻ പറയാം.
ഞാൻ പറയാം എന്നെ കാണിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്, പിന്നെ സ്നാക്സ് ഐറ്റംസ് കഴിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഫുഡൊന്നും വേണ്ട, അതൊക്കെ കഴിക്കുമ്പോഴുള്ളൂ വയറുവേദന, പല്ല് വേദനയൊക്കെ. അതൊക്കെ കഴിക്കാൻ നേരത്ത് ഒരു കുഴപ്പമില്ല. അവൻ അത് കാണിക്കുക, അതൊക്കെ കഴിക്കുന്നതുകൊണ്ട് അവന് ശക്തിയുണ്ട്. എൻ്റെ ഇടയ്ക്ക് തൊട്ട് നോക്കാനൊക്കെ പറയാം, തൊട്ട് നോക്ക്, കണ്ട ശക്തി കണ്ട, എനിക്ക് ഇത്രയും ശക്തിയുണ്ട് എന്നൊക്കെ രീതിയിൽ പറയാം ആൾ. ഉമ്മയ്ക്ക് അതിൻ്റെ അടുത്ത് ചോദിക്കും കേട്ടോ, എന്തോ സാധനം ഉണ്ടെങ്കിലും ചോദിക്കും, നമുക്ക് ഉമ്മയ്ക്ക് വേണോ, ഉമ്മയ്ക്ക് വേണ്ടായോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വിഷുവല്ലേ, അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ല, എനിക്കിഷ്ടമാണ് ഇങ്ങനെ പിള്ളേരൊക്കെ ഒരുക്കി, വിഷു ആയാലും ഓണമായാലും ഇങ്ങനെയൊക്കെ ഒരുക്കി ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്ഷീണം കഴിഞ്ഞ് വന്നിരിക്കുക ആൾ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും വാപ്പി ഇന്ന് ഉച്ചയ്ക്കില്ല, വാപ്പിക്കൊരു കല്യാണമുണ്ട്. വാപ്പി അത് അങ്ങോട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഞാനതും ഒന്ന് എടുത്തേച്ച് വാപ്പീനെ കൂടെ ഒന്ന് കാണിക്കല്ലോ. അതെല്ലാം കഴിഞ്ഞ് വാപ്പി അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞെങ്കിൽ വാ, ഞാൻ ഇതെല്ലാം ഊരി തരട്ടെ എന്ന് പറഞ്ഞു. ഇവനൊരു കാര്യമുണ്ട്, എന്തോ ഡ്രസ്സിട്ടാലും, പുറത്തോട്ട് പോകുന്ന എന്തൊരു ഡ്രസ്സിട്ടാലും അവന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരാൻ ഭയങ്കര പാടാണ്. ഇവനെന്നല്ല ഒട്ടുമിക്ക പിള്ളേർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നില്ലേ, ഊരാനായിട്ട് ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞു ഊരെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അതിന് വേണ്ടിയിട്ട് കിടന്ന് കറങ്ങുക അവിടെ. ഇതെല്ലാം കഴിഞ്ഞ് ഒരുവിധം അതൊക്കെ ഊരി ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞങ്ങൾക്ക് മൊത്തം നോൺ വെജാണ്. ഇന്ന് ഉമ്മയുടെ വക മന്തിയുണ്ട്. പിന്നെ ഞാൻ വിഷുവല്ലേ, അപ്പോൾ ഞാൻ ഇച്ചിരി പായസം വെച്ചേക്കാൻ, ഒരു പാലട പായസം വെച്ച്, അങ്ങനെ അതെല്ലാം വെച്ച് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് നിന്ന് പോയിട്ടുണ്ടായിരുന്നു. മാമയുടെ മോളെ കാണാൻ വേണ്ടിയിട്ട്, ഒരു കുഞ്ഞു വാവയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, അത് പോയി എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയത് കൂടുതലായിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞ് വന്ന് ഒരു കരച്ചിലൊക്കെ പാസ്സാക്കിയിട്ടിരിക്കുകയാണ് ഇവന്. അവന് വന്ന സമയത്ത് അവന് വള വേണം. വള കടകളിലൊന്നും കയറിയിട്ട് അവന് പറ്റിയ വളയില്ല, അതിന് വേണ്ടി കരച്ചിലും കൂലൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ബിങ്കോ വാങ്ങിച്ചു കൊടുത്തു, ഒരു ഫ്രൂട്ടിയും വാങ്ങിച്ചു കൊടുത്തു. അതെല്ലാം തിന്നു കഴിഞ്ഞപ്പോൾ അവന് സമാധാനമായി. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ 2 എണ്ണം വാങ്ങിച്ചു, ഒരെണ്ണത്തിൻ്റെ കവറാണ് നിങ്ങൾ നേരത്തെ കണ്ട, ഒരെണ്ണം തിന്ന് അടുത്തേയും കൂടെ തിന്ന് ഫ്രൂട്ടിയും കുടിച്ചപ്പോൾ അവന് സമാധാനമായി. പോയിട്ട് വന്നിട്ടാട്ടോ ഞാനിതെല്ലാം കുടിച്ചത്. പിന്നെ ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, ബാക്കിയൊക്കെ നമുക്ക് അറിയാമല്ലോ വീട്ടിൽ. പിന്നെ വേറെ മൂടൊക്കെ ആയത് കാരണം ഞാൻ പിന്നെ എടുക്കാനൊന്നും നിന്നില്ല. ബാക്കി രാത്രി വന്നെല്ലാം എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നു. ഇതാണ് ഞങ്ങൾ വിഷുവിനെടുത്ത ഫോട്ടോസ്. അപ്പോൾ ഈ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിഷു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും